കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തില് അവിടുത്തെ വിശുദ്ധിയുള്ള വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം. ഓരോ പ്രഭാതവും കർത്താവിന്റെ വചനങ്ങളാൽ നാം നിറയപ്പെടുവാനും അവിടുത്തെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ സ്വന്തമായി ജീവിക്കുവാനും നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിനായി നന്ദി പറയാം. ഈ പ്രഭാതത്തില് വിശുദ്ധ മന്നയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് 19-ാം അധ്യായം അതിന്റെ 7-8 വചനങ്ങളാണ്. 7-8 വചനങ്ങൾ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വധുവാകുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാകാത്ത ഒരു ദിവസമാണ്. കാത്തുകാത്തിരിക്കുന്നതായ ആ സുദിനത്തില് വിശേഷ വസ്ത്രത്താൽ അലങ്കരിക്കപ്പെട്ടതായ ആ വ്യക്തി താൻ കാത്തിരുന്ന വ്യക്തിയെ കാണുന്നതായ സന്ദർഭം അത് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതായ ഒരു ഭാവഭേദങ്ങളോട് കൂടിയതാണ്. ഇവിടെ കുഞ്ഞാടിന്റെ വധുവായി കല്യാണ നാളില് വധുവായി ഒരുക്കപ്പെടുന്നതായ സഭയെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയില് അനവധിയായ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും എല്ലാം ഉള്ളതായ സഭയ്ക്ക് വിശേഷ വസ്ത്രം ധരിക്കുവാനുള്ളതായ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ വലിയതായ ഒരു അനുഭവമാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ ശുഭ്രവും ശുദ്ധവുമായ വസ്ത്രം ധരിക്കുന്നതായ തിരുവെഴുത്തുകൾ ചിത്രീകരിക്കുമ്പോൾ സഭയുടെ അനവധിയായ കുറവുകള് മാറ്റുവാൻ തക്കവണ്ണം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മണവാളൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ യാഗത്തിലൂടെ ഏറ്റെടുക്കുന്നതായ ആ സഭയുടെ അനുഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുറവുകളെ തീർക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. സഭയ്ക്ക് സ്വന്തമായിട്ട് സഭയുടെ കുറവുകളെ തീർക്കുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവിന്റെ രക്തത്താല് കഴുകപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് സഭയെന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വചനത്തില്. അങ്ങനെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ആ നീതി പ്രവർത്തികളിലേക്ക്, കർത്താവിന്റെ നീതിയിലേക്ക് നമ്മെ നയിക്കുമ്പോൾ, കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ അഴുക്ക് പിടിച്ച വസ്ത്രം അത് മാറ്റപ്പെടുന്ന അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ സ്വഭാവം കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും നിറഞ്ഞതാണ്. എന്നാൽ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് അവിടുത്തെ ആ രക്തത്താലുള്ള വിശുദ്ധീകരണത്തിലൂടെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ അവിടുത്തെ സ്വഭാവത്തെയാണ് ആ നീതിയുടെ വസ്ത്രമായി നമുക്ക് അലങ്കരിക്കുവാൻ തരുന്നതായ വസ്ത്രം അവിടുത്തെ സ്വഭാവമാണ്. ആ സ്വഭാവം ധരിച്ചവരാണ് വിശുദ്ധന്മാര്. അതുകൊണ്ട് യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് സഭയെ തനിക്ക് വേണ്ടി മുൻനിർത്തേണ്ടുന്നതിന് വ്യക്തിപരമായിട്ട് ക്ഷണിച്ച് കൂട്ടായ്മ കൂടി ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നാമും ആയിത്തീർന്നിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവിടുത്തെ ശുദ്ധ രക്തത്തിന് സാധിക്കും എന്ന് യെശയ്യാവ് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടേതായ തുണിത്തരങ്ങള് അല്ലെങ്കിൽ നമ്മുടേതായ സ്വഭാവങ്ങള്, പ്രവചനത്തില് സ്വഭാവത്തെയാണ് വസ്ത്രമെന്ന് പറയുന്നത്. ഈ നമ്മുടേതായ സ്വഭാവങ്ങള് അത് എത്ര അഴുക്ക് പിടിച്ചതായിരുന്നാലും എത്ര കഴുകി വൃത്തിയാക്കിയതായിരുന്നാലും അതിന്റെ കറ, ഒരിക്കൽ പറ്റിയ കറ അത് മാറത്തില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നാം അലങ്കരിക്കപ്പെടുമ്പോൾ നമ്മളുടെ വൃത്തികെട്ട വേഷങ്ങളെല്ലാം മറയപ്പെടുന്ന അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ
അങ്ങനെയുള്ള ഒരു അനുഭവമാണ് യോഹന്നാൻ ദർശനത്തില് ദർശിക്കുന്നത്. ആ കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നതായ ആ അനുഭവം ദർശനത്തിൽ കാണുകയാണ്. ശുദ്ധവും ശുഭ്രവുമായ കല്യാണ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. ഇത്ര മനോഹര രൂപിണിയായിട്ട് നിൽക്കുന്നതായ ആ സഭയെ ചേർക്കുവാൻ മണവാളൻ വരുന്നതായ ആരവം കേൾക്കുമ്പോൾ ആ മണവാട്ടി തന്നെത്താൻ അലങ്കരിച്ച് നിൽക്കുന്നതായ അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ ഇതാണ്. കർത്താവ് മേഘാരുടനായി വരുമ്പോൾ, നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ, ആ കൂട്ടത്തിൽ നാമും ഉണ്ടായി കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മെ ചേർക്കുവാൻ വരുന്ന കർത്താവിനെ ആദരപൂർവം സ്വീകരിക്കുവാൻ നമ്മളുടെ ജീവിതങ്ങളെ ഇന്ന് പ്രഭാതത്തില് കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും സർവസ്വവും കഴുകിക്കളയുന്ന കർത്താവിന്റെ ശുദ്ധരക്തത്താല് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കഴുകല് പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച് അവിടുത്തെ വസ്ത്രം അണിഞ്ഞവരായി നീതി പ്രവർത്തികളാൽ ശോഭിക്കുന്ന നീതിമാനായി തീരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ പ്രഭാതത്തില് ഈ വിലപ്പെട്ട വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ മണവാട്ടിയായി ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. അവിടുത്തെ വരവോളം പ്രത്യാശയിൽ നിലനിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ഉള്ളതായ ചില വിശിഷ്ട വ്യക്തികളുണ്ട്. അവരുടെ പേര് ദൈവസന്നിധിയിൽ ഓർത്ത് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി ആയുസ്സിനോട് കൂട്ടിച്ചേർത്തുവല്ലോ. ഈ പ്രഭാതത്തിലും അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധീകരണവും, ഞങ്ങളെ ചേർക്കുവാൻ വരുമ്പോൾ അങ്ങേ കാത്തു നിൽക്കുന്ന ആ ശുഭ്രവസ്ത്രധാരിയായ വധുവിനെ പോലെ അടിയങ്ങളായിത്തീരുക എന്നുള്ളതാണെന്ന് അവിടുത്തെ വചനത്തിലൂടെ അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഓരോ ദിനത്തിലും തരുന്ന വചനങ്ങളാൽ അടിയങ്ങള് നിറയപ്പെട്ട അനുഭവം പ്രാപിപ്പാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനമുള്ളതായ പ്രിയപ്പെട്ടവരെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. രോഷ്നി ബിജുവിനെ, ലീലാമ സന്തോഷിനെയും ഷീല വിജയകുമാറിനെയും ജോസ് ചാണ്ടിയൊക്കെയും കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രിയപ്പെട്ടവർക്ക് ഈ സമയം വരെയും അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. എന്റെ ദൈവത്തിന്റെ കരുതലിന് നന്ദി പറയുന്നു. രോഗങ്ങളും കഷ്ടങ്ങളും വന്നപ്പോൾ അവിടുന്ന് ചേർത്ത് പിടിച്ച കൃപയ്ക്ക് നന്ദി പറയുന്ന ദൈവമേ, തുടർന്നുള്ള നാളുകളിൽ പൂർവാധികം അങ്ങയ്ക്ക് സാക്ഷികളായി ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ സ്വർഗമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഓരോ ദിനവും അടിയങ്ങൾക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യത നേടുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിൽ വന്നു ചേരുവോളം അടിയങ്ങളെ അവിടുന്ന് ചേർത്ത് അണച്ച് സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് കൂടാരമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. വരവിനായിട്ട് ഒരുക്കണമേ. യേശുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു ദിവസം ദൈവസന്നിധിയിൽ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.